ടൈപ്പ് ഓഫ് ലെറ്റർ റൈറ്റിംഗ് വരുന്നുണ്ട്. നമുക്ക് വരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ഫോർമൽ ലെറ്റർ വരുന്നുണ്ട്, രണ്ടാമത്തത് ഇൻഫോർമൽ ലെറ്റർ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഫോർമൽ ലെറ്റർ എങ്ങനെ എഴുതണം എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സെൻഡേഴ്സ് അഡ്രസ്സ് വേണം, നമ്മുടെ അഡ്രസ്സ് വേണം. അഡ്രസ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? നമ്മുടെ അഡ്രസ്സ്, അതേപോലെ തന്നെ നമ്മുടെ സ്ട്രീറ്റ്, സിറ്റി, സ്റ്റേറ്റ്, അതേപോലെ പിൻകോഡ് അല്ലെങ്കിൽ സിപ്പ് കോഡ് മെൻഷൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഡേറ്റ് എഴുതണം. ഡേറ്റ് എഴുതുന്ന സമയത്ത് ഫുള്ളായിട്ട് വേണം എഴുതാൻ. 12th January 2024 അങ്ങനെ ഒരു കംപ്ലീറ്റ് ഡേറ്റ് എഴുതുക. അതിനുശേഷം റെസിപ്പിയൻസ് അഡ്രസ്, അതായത് നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ പേര്, അയാളുടെ അഡ്രസ്സ്, അയാളുടെ സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്. അതിനുശേഷം സാലുട്ടേഷൻ എന്ന് പറയുന്ന സമയത്ത് ഡിയർ മിസ്റ്റർ ഓ മിസ്, അല്ല എന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റഡ് സർ, റെസ്പെക്റ്റഡ് മാം എന്ന് പറയും. അതിനുശേഷം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ വേണം സബ്ജക്റ്റിൽ എഴുതാൻ. സബ്ജക്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഷോർട്ട് ആക്കിയിട്ട്, എത്രത്തോളം ഷോർട്ട് ആക്കാൻ പറ്റുമോ അത്രത്തോളം, ഒരു 1 sentence എന്നുള്ള രീതിയിൽ നിന്ന് അതിലേക്ക് മുകളിലേക്ക് സബ്ജക്റ്റ് പോകാൻ പാടില്ല. പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ബോഡി ഓഫ് ദ ലെറ്റർ, അതായത് എന്തൊക്കെയാവണം നമ്മളെ ലെറ്ററിലെ കണ്ടന്റ്. ഇൻട്രൊഡക്ഷൻ വേണം, നമ്മൾ ആരാണ്, നമ്മൾ എന്തിനാണ് എഴുതുന്നത് എന്നുള്ളത്, മെയിൻ കണ്ടന്റ്, നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്, എന്താണ് നമ്മളെ കൺസേൺസ്, എന്താണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്, എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതെന്ന്. കൺക്ലൂഷൻസ് നമ്മൾ റിക്വസ്റ്റ് സമ്മറൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എക്സ്പെക്ട് ചെയ്തതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ ക്ലോസിങ് വരുന്നത് നമ്മൾ സിൻസിയർലി, യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി, അങ്ങനെ ഒരു ഫ്രേസ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ പിന്നീട് സിഗ്നേച്ചറിന് ശേഷം പേര്. അപ്പം ലെറ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഫോർമാറ്റ് ഒരിക്കലും തെറ്റിക്കാതെ മാക്സിമം ഫോർമാറ്റിൽ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആൻസർ ചെയ്താൽ. രണ്ടാമത്തത് ബോക്സ് വരയ്ക്കാൻ ഒരിക്കലും മറക്കരുത്. ലെറ്ററിന് ബോക്സ് നിർബന്ധമാണ്, അതേപോലെ നോട്ടീസിനും ബോക്സ് നിർബന്ധമാണ്. അപ്പൊ നമുക്ക് സാല്യൂട്ടേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡിയർ മിസ്റ്റർ കുമാർ, റെസ്പെക്റ്റഡ് മാം, റെസ്പെക്റ്റഡ് സാർ എന്നുള്ളത്. സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഐ എം അർജുൻ റാവോ, അല്ലെങ്കിൽ മൈ നെയിം ഇസ് ആയിഷ അഗാൻ ആൻഡ് ഐ എം ദ റെസിഡന്റ് ഓഫ് ദിസ് പ്ലേസ്, അല്ലെങ്കിൽ ഐ എം എ സ്റ്റുഡന്റ് ഓഫ് ദിസ് പ്ലേസ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. ഇനി നമ്മൾ എന്തിനാണ് എഴുതുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അതായത് നമ്മുടെ പേർപ്പസ് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ്. ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് പെർമിഷൻ, അല്ലെങ്കിൽ ദ പേർപ്പസ് ഓഫ് മൈ ലെറ്റർ ഈസ് ടു സീക്ക് യുവർ അസിസ്റ്റൻസ് ഇൻ ദിസ്. ഐ എം റൈറ്റിംഗ് ടു ഇൻക്വയർ അബൌട്ട് ദ അവൈലബിലിറ്റി ഓഫ് ദിസ്. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്ക് വാരിയസ് റിക്വസ്റ്റിംഗ് വേർഡ്സ് നോക്കാം. കൈൻഡ്ലി, പ്ലീസ്, ഐ വുഡ് അപ്രീഷിയേറ്റ് ഇഫ് യു കുഡ് ഡു ദാറ്റ്, ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കുഡ് ഡു ദാറ്റ്, കുഡ് യു പ്ലീസ്, ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ്, മേ ഐ റിക്വസ്റ്റ്. അതുപോലെ താങ്കിങ് എന്നാണെങ്കിലോ നമ്മളെങ്ങനെ നന്ദി പറയാം ലെറ്ററിലൂടെ. താങ്ക് യു, I appreciate, I'm grateful, your assistance is greatly appreciated, I would like to express my gratitude എന്നുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. അതേപോലെ നമ്മളിവിടെ നമ്മുടെ ഫോർമാറ്റ് അനുസരിച്ചിട്ട് ഒരു ലെറ്ററിന്റെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഫോർമൽ ലെറ്ററിന് നിങ്ങളുടെ അഡ്രസ്സ്, ഡേറ്റ്, ആർക്കാണോ എഴുതുന്നത് അദ്ദേഹത്തിന്റെ അഡ്രസ്സ്, സാല്യൂട്ടേഷന്, സബ്ജക്റ്റ്, ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, കൺക്ലൂഷൻ, അതിനുശേഷം കൺക്ലൂഡിംഗ് ഫ്രേസ് ലൈക്ക് സിൻസിയർലി, ഫെയ്ത്ത്ഫുള്ളി എക്സെട്ര. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചറും പേരും. ഇനി നമ്മളൊരു ഇൻഫോർമൽ ലെറ്റർ നോക്കിയാലോ. ഇൻഫോർമൽ ലെറ്ററും ഫോർമൽ ലെറ്ററും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണ്? ഫോർമൽ ലെറ്റർ നമ്മൾ എഴുതുക ഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന്, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലാസ് ടീച്ചറിന്, നമ്മളൊരു ന്യൂസ് പേപ്പറിലൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഫോർമൽ ലെറ്റേഴ്സ് ആണ് എഴുതുക. ഇൻഫോർമൽ ലെറ്റേഴ്സ് നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്, നമുക്ക് ഇംപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ ഇൻഫോർമൽ ലെറ്റേഴ്സ് എഴുതുക. അപ്പം ആദ്യം വരുന്നത് സെൻഡേഴ്സ് അഡ്രസ്, നമ്മുടെ അഡ്രസ്സ് വേണം, ഡേറ്റ് വേണം, സാലുട്ടേഷൻ വേണം. അത് മാത്രം മതി ഇൻഫോർമൽ ലെറ്റർ. നമ്മളെ അഡ്രസ്സ്, ഡേറ്റ്, സാലുട്ടേഷൻ. അതിനുശേഷം മറ്റേതുപോലെ തന്നെ ഒരു ഓപ്പണിങ്, കണ്ടന്റ്, കൺക്ലൂഷന്, അതേപോലെ ക്ലോസിങ്ങും നമുക്ക് സൈൻ ചെയ്യണമെന്നൊന്നുമില്ല. യുവർ സിൻസിയർലി, വിത്ത് ലവ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇൻഫോർമൽ ലെറ്റർ ആവുന്ന സമയത്ത് നമ്മൾ ക്ലോസിങ്
ഫ്രേസസ് എന്താവണം, യുവർ സിൻസിയർലി അല്ലെങ്കിൽ ബെസ്റ്റ് റിഗാർഡ്സ്, വിത്ത് ലവ് എന്നൊക്കെ ഉള്ളത്. എന്നാൽ വിത്ത് ലവ് ഒന്നും ഒരിക്കലും നമ്മളൊരു ഫോർമൽ ലെറ്ററിന്റെ ക്ലോസിംഗിൽ എഴുതാൻ പാടില്ല. ഫോർമൽ ലെറ്ററിന്റെ ക്ലോസിംഗിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ് എന്ത്, ഫെയ്ത്ത്ഫുള്ളി, സിൻസിയർലി എന്നൊക്കെയുള്ള വാക്കുകൾ. വിത്ത് ലവ് ഒന്നും ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ സാല്യൂട്ടേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാല്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ മൈ ഡിയറസ്റ്റ് അല്ലെങ്കിൽ ഹെലോ, ഹായ് എന്നുള്ളതൊക്കെ നമുക്ക് സാല്യൂട്ടേഷൻ ആയിട്ട് ഇൻഫോർമൽ ലെറ്ററിൽ യൂസ് ചെയ്യാം. ഓപ്പണിംഗ് ആയിട്ട് ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ, ഹൗ ആർ യു, ഹൗ ഹാവ് യു ബീൻ ഡൂയിങ്, ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് യു എന്ന് പറഞ്ഞു തുടങ്ങാം. ബോഡി ആവുന്ന സമയത്തോ ഐ വോണ്ടഡ് ടു ലെറ്റ് യു നോ ദാറ്റ് ഐ ഹാവ് സം എക്സൈറ്റഡ് ന്യൂസ് ടു ഷെയർ, നമ്മൾ എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്ന് പറയുന്ന സമയത്ത്. ഇനിയോ ബോഡി ആയിട്ട് നമുക്ക് പേഴ്സണൽ തോട്ട്സോ ക്വസ്റ്റ്യൻസോ എന്തും ഇൻക്ലൂഡ് ചെയ്യാം. ഹൗസ് വർക്ക് ഓർ സ്കൂൾ ഡൂയിങ്, ടെൽ മീ അബൌട്ട് യുവർ റീസെന്റ് ട്രിപ്സ്, I miss our conversation, have you tried that new cafe we talked about. Conclusion ആണെന്നുണ്ടെങ്കിലോ I'm looking forward to hearing from you, write back when you can, can't wait to catch up. അങ്ങനെ കംപ്ലീറ്റ് ഇൻഫോർമൽ സ്റ്റൈലിൽ വേണം നമ്മൾ ഇൻഫോർമൽ ലെറ്റേഴ്സ് എഴുതാൻ. ക്ലോസിങ്ങും നമുക്ക് ബെസ്റ്റ് വിഷസോ ചിയേഴ്സോ ടേക്ക് കെയർ ഒക്കെ പറഞ്ഞിട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ഇൻഫോർമൽ ലെറ്ററിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാട്ടോ. അതേപോലെ 8th വരുന്നത് ഡയറി എൻട്രി ആണ്. ഡയറി എൻട്രി ഒരു ഷോ ക്വസ്റ്റ്യൻ ആണ്. ഡയറി എൻട്രിയിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് മാക്സിമം കൺസൈസ് ആയിട്ട് എഴുതാം. എത്രത്തോളം ക്ലിയർ ആൻഡ് ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ആൻസർ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നു അത് അത്രയും നല്ലതാണ്. നിങ്ങളുടെ ആൻസേഴ്സ്, നിങ്ങളുടെ തോട്ട്സ് മാക്സിമം ഷോർട്ടായിട്ട് എഴുതാൻ ശ്രമിക്കാം. മാക്സിമം നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ പോയിന്റ്സ് ആവാം. അപ്പൊ ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ഡേറ്റ് ആൻഡ് ടൈം വേണം. അതേപോലെ ഗ്രീറ്റിംഗ്സ് വേണം. അതായത് ഡിയർ ഡയറി അല്ലെങ്കിൽ ഡിയറസ്റ്റ് ഡയറി. ഡയറിക്ക് എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിയറസ്റ്റ് ആ പേര് കൂട്ടിയിട്ട് വിളിക്കാം. പിന്നെ ഇന്ന് എന്താണ് നടന്നത്, നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് എന്താണ് ആ ലെസണോ, അത് ഒരു പേഴ്സണൽ റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ ഇന്ന് നടന്നിട്ടുള്ള ഇവന്റ്സുകളും തോട്ടുകളും നിങ്ങളെ എങ്ങനെ എഫക്ട് ചെയ്തു, അതിനെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള രീതിയിൽ. അതേപോലെ ഒരു എന്താ പറയാ, ഒരു വെൽ വിഷിംഗ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ലൈനും കൂടെ. ഡേറ്റ് ആൻഡ് ടൈം, ഗ്രീറ്റിംഗ്സ്, ഡെയിലി ഇവന്റ്സ്, ഫീലിംഗ്സ് ആൻഡ് തോട്ട്സ്, പേഴ്സണൽ റിഫ്ലക്ഷൻ ആൻഡ് എ ക്ലോസിംഗ് ലൈൻ. ഇനി നമ്മൾ ഇമോഷൻസ്, കോമൺ ആയിട്ടുള്ള ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഓരോന്നിനും പഠിച്ചു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സാം ഹാളിൽ വെറുതെ ചിന്തിച്ചിരുന്ന് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി ബിഫോർ ഹാൻഡ് പ്രിപ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കോപ്പി ചെയ്താൽ മാത്രം മതി. എക്സൈറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കൺവേ ചെയ്യും? I could hardly contain my excitement when I received the invitation to the concert. The surprise party was so thrilling. Sadness ആണെന്നുണ്ടെങ്കിലോ I was deeply saddened when I learned that my favorite book series was ending. The farewell party was so bittersweet. Happiness ആണെങ്കിലോ I was on cloud 9. I felt pure joy when I saw my family's face lit up at the surprise turn. Relief ആണെന്നുണ്ടെങ്കിൽ I was immensely relieved. It was such a relief എന്നൊക്കെയുള്ള വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ അതേപോലെ ഒരു എന്താ പറയാ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡയറി എങ്ങനെ എഴുതണം എന്നുള്ളത് അതിന് റെഫർ ചെയ്യുക. ഇവിടെ ലാസ്റ്റ് ഡിസ്കോഴ്സ് വരുന്നത് അപ്രിസിയേഷൻ ഓഫ് ദ പോയം ആണ്. ഒട്ടുമിക്ക സ്റ്റുഡൻസിനും എന്താ പറയാ കുറച്ച് പേടിയുള്ള ഏരിയ ആണ് പോയം അപ്രിസിയേഷൻ എന്ന് പറയുന്ന സമയത്ത്. അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് വേണ്ടത് ആ പോയത്തിനെ കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മുടെ ചാപ്റ്ററിൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എത്രത്തോളം പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടോ, ഓരോ പോയിന്റിൽ നിന്നും ഒരു അപ്രിസിയേഷൻ വരാമെന്നുള്ള നിലയിൽ വേണം നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും പ്രിപ്പയർ ചെയ്യണം. ഓരോ ഫോമും നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യണം, പഠിച്ചിരിക്കണം. അതായത് മൾട്ടിപ്പിൾ ടൈംസ് പോയിന്റ് വായിച്ചിട്ട് പോയിന്റിന്റെ തീംസിനെ കുറിച്ചും മെസ്സേജിനെ കുറിച്ചും എല്ലാം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ആ പോയിന്റിൽ നിന്നും ഒരു അപ്രീസിയേഷൻ ചോദിച്ചാൽ എഴുതുന്നതിന് നിങ്ങൾക്ക് ഒരു മടിയും ഉണ്ടാവാൻ പാടില്ല. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പോയം എന്നുള്ളത് ആരാണ് ആ പോയം എഴുതിയിട്ടുള്ളത്, പോയത്തിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ, ആരാണ് ആ പോയം എഴുതിയിട്ടുള്ളത്, അതിൽ പറയുന്ന തീംസ് എന്തൊക്കെയാണ്, അതിൽ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണ്, റൈം സ്കീം, മെറ്റഫർ, സ്റ്റാൻസ,
അങ്ങനത്തെ ഒക്കെ ഇല്ല. അതൊക്കെ റൈം സ്കീം, അതൊക്കെ എന്താണ്. പിന്നെ ലാംഗ്വേജ് എങ്ങനെ, പോയിന്റ് ലാംഗ്വേജ് എങ്ങനെയാണ് വരുന്നത്, ടോൺ ആൻഡ് മോഡ് എങ്ങനെയാണ് വരുന്നത്, ഇമോഷൻ എന്താണ് പറയുന്നത്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്, എന്തെങ്കിലും ഹിസ്റ്റോറിക്കലും കൾച്ചറൽ കോണ്ടെക്സ്റ്റിലാണോ പോം എഴുതിയിട്ടുള്ളത്, ആ പോം നിങ്ങളെ എങ്ങനെ ഇമ്പാക്ട് ചെയ്തു, എന്താണ് നിങ്ങൾക്ക് ആ പോയത്തിനെ കുറിച്ച് തോന്നുന്നത്. അപ്പൊ നമ്മൾ മറ്റ് സെഷനിൽ നോക്കിയതുപോലെ തന്നെ നമുക്ക് കുറച്ച് കോമൺ സെന്റൻസസ് നോക്കാം, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത് വരുന്നത് ഡിസ്ക്രൈബിംഗ് ദ പോയം. The poem vividly explores the theme of nature's beauty through its rich imagery and descriptive language. In this poem, the poet uses a blend of classical and modern techniques to create a conventional narrative. Describing the poet the poet John Keats is renowned for his evocative and sensual poetry. Emily Dickinson, known for her unique style and introspective themes. ഇനി നമ്മൾ എന്താണ് പോം ഡിസ്കസ് ചെയ്തു, പോയറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾ എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്, ജോൺറയെ കുറിച്ച്. ഏത് ജോൺറയിൽ, ഏത് വിഭാഗത്തിലാണ് നമ്മുടെ പോം ഉള്ളത് എന്നുള്ളത്. ദിസ് പോം ഫാൾസ് അണ്ടർ ദ ജോൺറി ഓഫ് റൊമാന്റിക് പോയട്രി, അല്ലെങ്കിൽ ആസ് എ സോണറ്റ്. ദ പോയം adheres to strict 14-line സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ പോയത്തിലെ തീം എന്താണെന്നുള്ളത്, ദ സെൻട്രൽ തീം ഓഫ് ദ പോയം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ദ പോം delves into the theme of personal identity എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം. ഇനി വരുന്നത് മെസ്സേജ്. എന്താണ് പോയറ്റ് നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ദ പോയം കൺവേസ് ദ മെസ്സേജ്, അല്ലെങ്കിൽ ദ പോയറ്റ്സ് മെസ്സേജ് ഇൻ ദിസ് പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന അപ്രിസിയേഷൻ ആണ്. എങ്ങനെ അത് എഴുതേണ്ടത്. The poem's masterful use of imagery and symbolism creates a powerful emotional impact, making it a memorable read. The poet's ability to convey complex emotions through simple yet profound language is truly commendable എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എഴുതാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമുക്കൊരു ടൈറ്റിൽ വേണം, അതിനുശേഷം നമ്മൾ പോം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പോയറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതിനുശേഷം അതിലെ തീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്താണ് പോമിന്റെ തീം എന്നുള്ളത്, അല്ലെങ്കിൽ പോം ഏത് ജോൺറയിൽ പെടുന്നു, അതിനുശേഷം തീം എന്താണ്, അതേപോലെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ്, സച്ച് ആസ് മെറ്റഫോർ, അലിറ്ററേഷൻ, റൈം സ്കീംസ് എക്സെട്ര. അതിനുശേഷം പോമിൽ നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ്, പിന്നെ നമ്മുടേതായിട്ടുള്ള അപ്രിസിയേറ്റീവ് സ്റ്റേറ്റ്മെന്റും അതേപോലെ തന്നെ കൺക്ലൂഷൻ. സോ ടൈറ്റിൽ, poem, poet, genre, theme, poetic devices, messages, പിന്നെ നമ്മുടെ അപ്രിസിയേഷൻ. അപ്പം ഞാൻ ഇവിടെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വില്യം വേർഡ്സ്വർത്തിന്റെ കവിതയുടെ അപ്രിസിയേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡു ചെക്ക് ഔട്ട് ദാറ്റ്. നമ്മൾ ഓൾമോസ്റ്റ് എന്നല്ല, നമ്മൾ എല്ലാ ക്ലാസ്സിലും കേരള സിലബസിന്റെ എല്ലാ ഡിസ്കസസും നമ്മുടെ ടൈമിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഉണ്ടാവില്ല വിശ്വസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം.